2023 ശേഷം ഈ പെൺകുട്ടിയിൽ ഇയാൾക്കുള്ള താല്പര്യം നഷ്ടപ്പെടുന്നു. ഈ പെൺകുട്ടി പൊസസീവാണ്, ടോക്സിക് ആണ് എന്നൊക്കെ ആരോപണങ്ങൾ ഉയർത്തി മനഃപൂർവ്വം അവഗണിക്കാൻ ശ്രമിച്ചു. അവഗണിക്കാൻ ശ്രമിക്കുന്നത് ഈ കേരളത്തിലെ മറ്റ് പ്രശസ്തരായ റാപ്പർമാർക്ക്, ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ റാപ്പർമാർക്ക് അറിവുണ്ടായിരുന്നു അത്രേ. അങ്ങനെ ഈ 2023 ജൂലൈ മാസം 14-ാം തീയതി കൊച്ചിയിൽ ഒരു കൺസേർട്ട് ഉണ്ട്, അതിന് വരും എന്ന് പറഞ്ഞാണ് വേടൻ അവസാനമായിട്ട് ഈ പെൺകുട്ടിയോട് വിട പറയുന്നത്. അതിനുശേഷം വരാതായപ്പോൾ ഈ പെൺകുട്ടി ഈ വേടൻ്റെ സുഹൃത്തുക്കളോട് പരാതി പറയുന്നു, ഇയാൾ ഇത്തരത്തിൽ തന്നെ അവഗണിക്കുകയാണ് എന്ന് പരാതി പറയുമ്പോൾ ജൂലൈ 15-ാം തീയതി 2023 ജൂലൈ 15-ാം തീയതി വേടൻ സുഹൃത്തുക്കളോടൊപ്പം ഈ പെൺകുട്ടിയെ ഫ്ലാറ്റിലെത്തി കാണുകയും തുടർന്ന് ഇവർ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ് താൻ മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടാകുന്നത് ഈ പെൺകുട്ടിക്ക് ഇഷ്ടമല്ല, നീ ടോക്സിക് ആണ്, നീ ഭയങ്കര പൊസസീവാണ് എന്ന് പറഞ്ഞ് പൂർണ്ണമായി അവഗണിച്ച ആ ഒരു റിലേഷനിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥയിലേക്കാണ് വേടൻ പോയത് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന IPC 376-ാം വകുപ്പിന് കീഴിലാണ്. കാരണം ഈ സംഭവം നടക്കുന്നത് 2021-നും 2023-നും മധ്യയാണ്. അപ്പോൾ BNS വന്നിട്ടില്ല, ഭാരതീയ ന്യായ സംഹിത. ഇപ്പോഴാണെങ്കിൽ BNS 69 വകുപ്പിന് കീഴിലാണ് ഈ ഒരു കേസ് കൈകാര്യം ചെയ്യേണ്ടത്. കാരണം IPC 376 പ്രകാരമാണെങ്കിൽ ഇത് 7 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ്.